7 ലക്ഷം രൂപ ഐഡിയുള്ള ഇൻഷുറൻസ് 690 വണ്ടി കൊടുക്കുക. ഫുള്ള് ലോൺ ചെയ്ത് കൊടുക്കുക. ഫുള്ള് ലോണിൽ നമുക്ക് വാൻ ഇറക്കാം. സെഡ് ഓട്ടോമാറ്റിക്. അത് ഒറിജിനൽ കേരള. ഒറിജിനൽ കേരള. കിലോമീറ്റർ 79,000 കിലോമീറ്ററിൽ സർവീസ് കഴിഞ്ഞു. 83,000 കിലോമീറ്റർ ആണ് ഇപ്പൊ നിലവിൽ ഓടിയിട്ടുള്ളത്. ഒറിജിനൽ കേരള വാഹനം, ഫാൻസി നമ്പർ, അതും നിങ്ങൾക്ക് ഓഫർ റേറ്റിന്. ഇതിന് ഏകദേശം പുതിയ വാഹനത്തിന് ഏകദേശം 80 ലക്ഷം രൂപന്റെ മുകളിൽ വന്നിട്ടുള്ള വാഹനം. ഒരു പുതിയ വാഹനം പകുതിയിലും കുറഞ്ഞ വിലയിലാണ് പ്രൈസ് ചോദിക്കുന്നത്. ഡീസലിൽ നമുക്ക് ടോപ്പ് വേരിയന്റും ആണ്. പനോരമിക് സൺറൂഫും കാര്യങ്ങളൊക്കെ വരും. 10 ലക്ഷത്തിന് താഴെ ഇന്നോവ ക്രിസ്റ്റ. ഇന്നോവ അല്ല, ക്രിസ്റ്റയാണ് നമ്മൾ 10 ലക്ഷത്തിന് താഴെ ബഡ്ജറ്റിൽ നമുക്ക് കൊണ്ടുപോകും. നേരെ സെക്കൻഡ് ഓണർ നമുക്ക് ആവും ചെയ്യും. അപ്പൊ ഇന്ന് നമ്മൾ RV മോട്ടോഴ്സിന്റെ മൂന്നാമത്തെ പാർട്ടാണ്. മാരുതി കളക്ഷൻ കഴിഞ്ഞ്, ഹോണ്ട കളക്ഷൻ കഴിഞ്ഞ്, ഇന്ന് നമ്മൾ ടയോട്ട കളക്ഷൻ. അപ്പൊ ഇതിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് വരുന്ന ക്രിസ്റ്റ, ഇന്നോവ, പിന്നെ ഫോർച്യൂണർ. ക്രിസ്റ്റ നമുക്ക് എത്ര രൂപ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും? ഒരു 10 ലക്ഷം രൂപയുടെ താഴെ മുതൽ നമുക്ക് ക്രിസ്റ്റകളുണ്ട്. അപ്പോൾ അതാണ് നമുക്ക് ഏകദേശം എല്ലാ റേഞ്ചിലും വാഹനമുണ്ട്. 800 മുതൽ നമുക്ക് അങ്ങ് 7 സീറ്ററുകൾ അടക്കമുള്ള പ്രീമിയം കാസ് വരെ നമുക്ക് ഇവിടെ ഏറ്റവും നല്ല ബഡ്ജറ്റ് പ്രൈസിൽ അവൈലബിൾ ആണ്. ഓട്ടോമാറ്റിക്, പെട്രോൾ, ഡീസൽ, മൈലേജ്, SUV-കൾ, ഫീച്ചേഴ്സ്, അങ്ങനെ ഏത് ഐറ്റം നോക്കുകയാണെങ്കിലും നമുക്ക് വണ്ടി കൊടുക്കാണ്ട് ഫുൾ ഓൺ കൊടുക്കാം. ഇപ്പൊ ഈ ഒരു ആഴ്ചയിലായിട്ട് പുതിയ വണ്ടികൾ വരുന്നത് മൊത്തം സെഡ് ഓട്ടോമാറ്റിക് ആണ്. ഒക്കെ പ്രൈവറ്റ് വെഹിക്കിൾ ആണ്. ഒക്കെ ഒറിജിനൽ പ്രൈവറ്റ് വെഹിക്കിൾ ആണ് നമ്മുടെ അടുത്ത് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന വണ്ടികളൊക്കെ. സെഡ് ഓട്ടോമാറ്റിക് നേരിട്ട് പോയി പർച്ചേസ് ചെയ്യണല്ലേ? അതെ അതെ. അപ്പൊ അതാണ് നമുക്ക് നേരിട്ട് പല വാഹനങ്ങളും നമുക്ക് ഡയറക്റ്റ് ഓടിച്ചു വരികയാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അത്രയും ക്വാളിറ്റി കാര്യങ്ങളൊക്കെ അഷ്യൂർ ചെയ്തിട്ടാണ് വാഹനങ്ങൾ നമ്മൾ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ RV മോട്ടോഴ്സിലാണ് നമ്മുടെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ മലപ്പുറം ജില്ലയിൽ വണ്ടൂരാണ് നമ്മുടെ ലൊക്കേഷൻ വന്നുള്ളത്. വണ്ടൂർ തന്നെ പെരിന്തൽമണ്ണ റോട്ടിൽ 2 കിലോമീറ്റർ മാറിയിട്ട് പുളിയക്കോട് എന്ന സ്ഥലം. വണ്ടൂർ ടൗൺ എത്തുന്നതിന്റെ മുന്നേ പെരിന്തൽമണ്ണ പോരുന്ന ആളുകളാണ് വണ്ടൂർ എത്തുന്നതിന് തൊട്ട് 2 കിലോമീറ്റർ മുമ്പായിട്ടാണ് നമുക്ക് ഊട്ടി റോഡിലാണ് ഈ ഒരു ഷോറൂം സ്ഥിതി ചെയ്യുന്നത്. നമ്പർ കാര്യങ്ങളൊക്കെ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്. ഫസ്റ്റ് പാർട്ട് കാണാത്തവർക്ക് നമ്മൾ ലിങ്ക് നമ്മൾ കമന്റ് ആയിട്ട് പിൻ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ നമുക്കൊരു ക്രിസ്റ്റ തുടങ്ങാം അല്ലേ? ഇത് നമുക്ക് എങ്ങനെയായിരുന്നു? ഫസ്റ്റ് ജനറേഷൻ ആയിക്കോട്ടെ. ജനറേഷൻ 2016 ലാസ്റ്റ് 12-ാം മാസം വരുന്ന സെഡ് ഓട്ടോമാറ്റിക്. ഏറ്റവും കൂടുതൽ ക്രിസ്റ്റയിൽ ആളുകൾ അന്വേഷിക്കുന്ന ഓട്ടോമാറ്റിക് തന്നെയാണ് അല്ലേ? 2.8 ഓട്ടോമാറ്റിക്കിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് പവർ അത്യാവശ്യത്തിലേറെ പവർ ഉള്ള വണ്ടിയാണ്. 2.4 ആണ് വരുന്ന വണ്ടികളൊക്കെ. 2.8 ഓട്ടോമാറ്റിക് ആണ് ഈ ഒരു വാഹനം വരുന്നത്. ഇപ്പോഴും കമ്പനി ക്രിസ്റ്റ നിർത്തിയിട്ടില്ല. 27 സ്റ്റോപ്പ് ചെയ്യുന്നത്. ഇപ്പോഴും 2.8 ഇറക്കുന്നില്ല. കാരണം 2.8 അവർക്ക് അത്രയും ഇതിൽ കൊടുത്താൽ മുതലാവില്ല. അപ്പൊ 2.4 ഇറക്കുന്നത്. അതെ, ഓട്ടോമാറ്റിക് കമ്പനി സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. ഓട്ടോമാറ്റിക്കലി BS6 2.4 അവർക്ക് മെച്ചമില്ലാത്തതുകൊണ്ട് സ്റ്റോപ്പ് ചെയ്താണ്. 2000 ഇത് സിംഗിൾ ഓണർ 1,46,000 കിലോമീറ്റർ വിത്ത് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ നമ്മളെ കയ്യിൽ PDF ഉണ്ട്. സർവീസ് ബുക്ക്, സെക്കൻഡ് കീ കാര്യങ്ങളൊക്കെ വരുന്ന സിംഗിൾ ഓണർ പ്രൈവറ്റ് വെഹിക്കിൾ 13.25 ലക്ഷം രൂപ കൊടുക്കും. 13.25 ലക്ഷം രൂപക്ക് നമുക്ക് ചെയ്യാൻ പറ്റും. സെഡ് ഓട്ടോമാറ്റിക് 2.8. നിങ്ങളെ പേരിലോട്ട് NOC എടുത്തു കഴിഞ്ഞാൽ 10-15 ദിവസം 20 ദിവസം സമയം പിടിക്കും. ഫുള്ള് ലോൺ ചെയ്ത് കൊടുക്കാം. ഫുള്ള് ലോണിൽ നമുക്ക് വാൻ ഇറക്കാം. സെഡ് ഓട്ടോമാറ്റിക് കേട്ടോ. അടുത്ത നമുക്ക് ടൈപ്പ് 3 കൺവേർട്ട് ഒക്കെ വന്നില്ല. ഇതെങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങൾ? 17 മോഡല്. ഇത് V ആണ്. ഇത് ഒറിജിനൽ കേരള വാഹനമാണ്. സെക്കൻഡ് ഓണർ. അത് ഫസ്റ്റ് ഓണർ ആണ്. ഇത് സെക്കൻഡ് ഓണർ ആണ്. ഇത് കേരള വണ്ടി തന്നെയാണ്. ഒറിജിനൽ കേരള വാഹനമാണ്. V ഓപ്ഷൻ ആണ് വരുന്നത്. V ഓപ്ഷൻ ആണ്. ബട്ടൺ സ്റ്റാർട്ട്, അലോയ് വീല്, എയർ ബാഗ്, ABS. അത് ഓട്ടോമാറ്റിക്കലി ഏകദേശം ഒരു 15 കിലോമീറ്റർ 14 കിലോമീറ്റർ മരിച്ചിട്ടുള്ളൂ. ലോങ്ങില്, അതായത് നമ്മള് നാഷണൽ ഹൈവേയിലൊക്കെ നമുക്ക് വണ്ടിക്ക് 14 കിലോമീറ്ററിന്റെ മുകളിൽ മൈലേജ് കിട്ടിയിട്ടുണ്ട്. ഇതാവുമ്പോൾ നമുക്ക് നാഷണൽ ഹൈവേയിൽ 17 കിലോമീറ്റർ മൈലേജ് പിടിക്കാൻ പറ്റും. മൈലേജ് കിട്ടും. ലോക്കലിൽ തന്നെ ഒരു 14 കിലോമീറ്റർ മൈലേജ് കിട്ടും. അപ്പൊ നമുക്ക് റെഗുലർ യൂസിംഗിന് കൂടി പറ്റുന്ന ഒരു വാഹനം കൂടി. അതെ അതെ അതെ. അത് ഒറിജിനൽ കേരള. ഒറിജിനൽ കേരള. കിലോമീറ്റർ 79,000 കിലോമീറ്ററിൽ സർവീസ് കഴിഞ്ഞു. 83,000 കിലോമീറ്റർ ആണ് ഇപ്പൊ നിലവിൽ ഓടിയിട്ടുള്ളത്. സെക്കൻഡ് ഓണർഷിപ്പിലാണ്. ബാക്കത്തെ ഒരു ഡോർ റീപ്ലേസ് കമ്പനി, അങ്ങനെ കുഞ്ഞു കുഞ്ഞു റീപ്ലേസുകൾ ഉണ്ട് ഷോറൂമിൽ നിന്ന്. ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം പക്കയാണ്. ഫുൾ ഹിസ്റ്ററി ഉണ്ട്. എത്ര രൂപ ചെയ്യാൻ പറ്റും നമുക്ക്? 16,90 ഫുള്ള് ലോണ്. ഫുൾ ലോണിലാണ് ക്രിസ്റ്റ. അതാണ് ഈ സൈഡിൽ നമുക്ക് മൊത്തം നമുക്ക് ബഡ്ജറ്റ് കാറുകൾ ഉണ്ടായിരുന്നു. ഇവിടെ നമുക്ക് ചെറു കാറുകളുണ്ട്, അതേപോലെ തന്നെ ടയോട്ടകളുണ്ട്, ഇന്നോവകൾ. അടുത്ത് നമുക്ക് തവണ ഇന്നോവയ്ക്കാണ് പോകുന്നത്. ഇനിയും ക്രിസ്റ്റകളൊക്കെ ഉണ്ട്, വെയിറ്റ് ചെയ്തോളി. ഫസ്റ്റ് തന്നെ അടുത്ത് വീണ്ടും നമുക്കൊരു സിൽവർ ഫിനിഷിംഗ്. ഇന്റർകൂളറിൽ ഇന്നോവ അന്വേഷിക്കുന്ന ആളുകൾ ഇന്റർകൂളറിലാകുമ്പോൾ കുറച്ച് മൈലേജ് കൂടുതൽ കിട്ടും അല്ലെ? സാധാരണ നോർമൽ എഞ്ചിനെ അപേക്ഷിച്ച് കൂടുതൽ. ഒറിജിനൽ കേരളാണ് വണ്ടി വരുന്നത്. റീവണ്ടി, കർണാടക റീവണ്ടിയാണിത്. കർണാടക 03 റീവണ്ടിയാണ്. കാഞ്ഞങ്ങാടുക്ക് മാറിയതാണ്. അവിടെയും ഇവിടെയും ഒരേ ഓണർ തന്നെയായിരുന്നു. സിംഗിൾ ഓണർ തന്നെയായിരുന്നു. ഇപ്പൊ സെക്കൻഡ് ഓണർഷിപ്പ് മാറിയിട്ടുണ്ട്. 2013 ലാസ്റ്റ് മോഡൽ വരുന്ന ഈ ഒരു വാഹനം നിങ്ങൾക്ക്
6,70,000 രൂപ കൊടുക്കാം. 6,70,000 അല്ലേ? ടൈപ്പ് 4 ഒറിജിനൽ അല്ലേ വരുന്നത്? ഒറിജിനൽ ടൈപ്പ് 4 ആണ്. ടൈപ്പ് 4 ആണ് വരുന്നത്. അതും നിങ്ങൾക്ക് വെൽ മെയിൻറ്റൈൻഡ് വാഹനമാണ്. വേറെ മേജർ ആക്സിഡന്റോ മൈനർ ആക്സിഡന്റോ ഫ്ലഡോ കാര്യങ്ങളൊന്നും ഇല്ല. 100% ഗ്യാരണ്ടി പറയാൻ പറ്റുന്ന വണ്ടിയാണ്. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എടുത്തു പോരാൻ പറ്റും. 1.80 ആണ് വാഹനം ഓടിയിട്ടുള്ളത്. ഇന്റർകൂളർ ആണ്, എയർ ബാഗ്, ABS, നല്ല അടിപൊളി സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ല 690 കർണാടക വണ്ടി ആകുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഒന്നും കൂടി റേറ്റ് കൂടിയ വണ്ടിയാണ്. അതിന്റെ കർണാടകയിൽ പ്രൈവറ്റ് വെഹിക്കിൾ ആണ്. അപ്പൊ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മാക്സിമം ലോണും ചെയ്ത് കൊടുക്കാം. അതും അതർ സ്റ്റേറ്റ് വണ്ടി നമ്പർ ആയതാണ്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് അതർ സ്റ്റേറ്റ് ആണോ വണ്ടി? എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? 2014 ലാസ്റ്റ് ഇന്റർകൂളർ. ഇത് ഇന്റർകൂളർ ആണ്. വണ്ടി നല്ല ക്വാളിറ്റി ഉണ്ട്. വി ഓപ്ഷൻ ആണ്. അത് അലോയ്, എയർ ബാഗ്, ABS ഫുൾ കണ്ടീഷൻ. പിന്നെ ഇതിനൊരു പ്രത്യേകത വെച്ചാൽ ഇന്റർകൂളറിൽ 24 കിലോമീറ്റർ അല്ല 14-15 കിലോമീറ്റർ മൈലേജ് കിട്ടുമെങ്കിലും വണ്ടിക്ക് വൈബ്രേഷൻ വളരെ കുറവാണ്. ഈ ടൈപ്പ് ഇന്നോവ 14-15 ഇന്നോവയിൽ വൈബ്രേഷൻ വളരെ കുറവാണ്. ഇത് 14 മോഡലാണ്. ഇന്റർകൂളർ ആണ്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. നല്ല അടിപൊളി ലെതർ സീറ്റ് കവർ ഉണ്ട്. ഈ വണ്ടി കണ്ടു കഴിഞ്ഞാൽ എന്തായാലും എടുത്തു പോകും. ഇന്നോവ എടുക്കണം എന്നുള്ള ഒരാളാണെങ്കിൽ വണ്ടി കണ്ടു കഴിഞ്ഞാൽ അത്രയും ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. ഓഫർ റേറ്റ് 890 ആയിട്ടുള്ളത്. 8,25,000 രൂപ ലാസ്റ്റ്. വീണ്ടും നമുക്ക് ഒരു അത്രയും എമൗണ്ട് നമ്മൾ 10 രൂപ നമ്മൾ കുറച്ചിട്ട് 8,25,000 രൂപ നമുക്ക് ലാസ്റ്റ് വണ്ടി കൊടുക്കാൻ പറ്റും. വി ഓപ്ഷൻ ഏകദേശം ഒരു 7 ലക്ഷം ലോൺ ചെയ്തു. അപ്പൊ ചെറിയ ഡൗൺ പേയ്മെന്റ് നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റും. അടുത്ത നമുക്ക് ഇതാണോ വീണ്ടും ഒരു ക്രിസ്റ്റയാണ്. അതെ, ഇതെങ്ങനെയായിരുന്നു? ക്രിസ്റ്റന് മുമ്പ് നമുക്ക് ഈ സൈഡിൽ നിന്ന് പോരാ അല്ലേ? ഓക്കെ. അപ്പൊ ഇവിടെ നമുക്കൊരു ജാഗോർ പ്രീമിയം വെഹിക്കിൾ ഉണ്ട്. വീണ്ടും നമുക്കൊരു 3 ഇന്നോവകൾ ഉണ്ട്. വൈറ്റ് ഉണ്ട്, സിൽക്കി ഗോൾഡ് ഉണ്ട്, സിൽവർ. ഈ സിൽവറിന്റെ മോഡൽ കാര്യങ്ങൾ എങ്ങനെയായിരുന്നു? ഇത് 2014 9 മാസം വരുന്ന ഹരിയാന പ്രൈവറ്റ് വെഹിക്കിൾ ആണ്. പഴയ നമ്പറും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. 2014 9 മാസം വരുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. G4 ആണ്. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ വിൻഡോ, സെൻട്രൽ AC, കമ്പനി സ്റ്റീരിയോ, അതുപോലെ തന്നെ 8 സീറ്റ് വണ്ടിയാണിത്. വലിയൊരു ഫാമിലിക്ക് നമുക്ക് കംഫർട്ട് ആയിട്ട് കൊണ്ടുനടക്കാൻ വണ്ടിയാണ്. പുതിയ ഇൻഷുറൻസ് എടുത്തിട്ട് 5,90,000 രൂപ. 590 പുതിയ ഇൻഷുറൻസിൽ 14 ലാസ്റ്റ് വരുന്ന ഇന്നോവ G4. അതും നമ്പറായ വണ്ടി. ഒറിജിനൽ ടൈപ്പ് 4 അല്ലേ? ഒറിജിനൽ ടൈപ്പ് 4. 590 മാക്സിമം എത്ര ഫുള്ള് ലോൺ ചെയ്തു. സിബിൽ ബാങ്കിങ് ഇൻകം പ്രൂഫ് ഉള്ള ആളാണെങ്കിൽ മാത്രം ഫുള്ള് ലോൺ. അടുത്തതാണ് ഇന്നോവയിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ള കളർ സിൽക്കി ഗോൾഡിൽ അത്യാവശ്യം നല്ല ഫിറ്റിംഗ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. 15 VX ആണത്. അത് സെഡിന്റെ സെയിം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. ഡയൻ കട്ട് വീല്, ബോഡി സ്റ്റിക്കർ കാര്യങ്ങളാണ് അതൊക്കെ വരുന്നതാണ്. ആൻഡ്രോയിഡ് സ്റ്റീരിയോ, ലെതർ സീറ്റ് കവർ, 8 സീറ്റ് ആണിത്. ഈ ഓപ്ഷൻ ആണ്. ഇതിന്റെ ഒരു പ്രത്യേകത വെച്ചാൽ നമുക്ക് നമ്പർ ആയ വണ്ടിയാണെങ്കിൽ പോലും മാക്സിമം ലോണും ചെയ്ത് കൊടുക്കാൻ പറ്റും. മാക്സിമം ലോണും ചെയ്യാം. പിന്നെ ആൻഡ്രോയിഡ് സിസ്റ്റം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളി ബക്കറ്റ് സീറ്റൊക്കെ നല്ല അടിപൊളി കുഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ബാക്ക് DRL ഇതൊക്കെ അടിപൊളി വർക്കും ചെയ്തിട്ടുണ്ട്. അപ്പൊ നിലവിൽ നമുക്കൊരു വർക്കും ചെയ്യിക്കാനില്ല. അത്യാവശ്യം അഡീഷണൽ വർക്ക് 15 ലാസ്റ്റ് വി ഇന്നോവ നമുക്ക് 890 അല്ലേ? 1 രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റുമോ? 1 രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാം. സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം അല്ലേ? അടുത്താണ് പക്ക വൈറ്റ് വേണമെന്നുള്ളവർക്ക് ഇതാണ് നല്ലൊരു അടിപൊളി ഒറിജിനൽ കേരള വാഹനം. 2015 VX. ഒറിജിനൽ ടൈപ്പ് 4 ഒറിജിനൽ കേരള ഫാൻസി നമ്പർ കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയിലാണ്. 83,000 കിലോമീറ്റർ ആണ് ഈ വാഹനം ഓടിയിട്ട്. ജെന്യുവിൻ കിലോമീറ്റർ ആണ്. ഗ്യാരണ്ടി പറയാം. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എടുക്കാം. വണ്ടിയുടെ നമ്പറും ആഡ് ചെയ്തിട്ടില്ല. നമുക്ക് ഓഫർ റേറ്റ് 890 ഇത് ഫൈനൽ. അപ്പൊ ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ കിലോമീറ്റർ 890,000 രൂപ 83,000 കിലോമീറ്റർ ഓടിയ ഒറിജിനൽ കേരള വാഹനം കൊണ്ടുപോകാം. ഈ ഓപ്ഷൻ ആണ്. ലോൺ നമുക്ക് ഏകദേശം ഒരു 890 ലോൺ ചെയ്തു. ഫുൾ ലോണും നമുക്ക് ചെയ്യാം. ഒരു 50 രൂപ കണ്ടാൽ മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം. അടുത്തൊരു പ്രീമിയം വെഹിക്കിൾ ആണ്. ജാഗോർ X6 എങ്ങനെയായിരുന്നു? ഇത് 2019 മാനുഫാക്ചർ 20 18 മോഡൽ 19 റേസർ. ഏറ്റവും ടോപ്പ് വേരിയന്റ് ആണ്. ഇതിൽ മൈലേജ് കൂടിയ ടൈപ്പാണ് കേട്ടോ. അത് നമ്മൾ 3.2 അല്ലത് വരുന്നത് 2.0 ആണ് വരുന്നത്. 2.0 ആണ്. നല്ല അടിപൊളി മൈലേജ്. 20 കിലോമീറ്റർ 18 കിലോമീറ്ററിന്റെ അടുത്ത് മൈലേജിന്റെ കൺഫേം പറയാൻ പറ്റും. 50,000 മൈൽസ് ഏകദേശം 80,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ടാവും. 50,000 മൈൽസ് പറയുമ്പോൾ 80,000 കിലോമീറ്ററിന് അടുത്ത് ഓടിയിട്ടുണ്ടാവും. അതും സിംഗിൾ ഓണർ, A to Z ഹിസ്റ്ററി, സർവീസ് ബുക്ക്, സെക്കൻഡ് കീ,
വണ്ടിയിൽ മെറ്റൽ ബോഡിയിൽ പെയിന്റിങ് പോലും കയറാത്തൊരു അത്ര 100% ഗ്യാരണ്ടി നമുക്ക് ഇന്ന് വരെയുള്ള റെക്കോർഡ് സർവീസ് റെക്കോർഡ് നമുക്ക് ചെയ്ത് കൊടുക്കാം, എടുത്തു കൊടുക്കാൻ പറ്റും. ഈ ഒരു വാഹനത്തിന് ഫുള്ള് ലോണും ചെയ്ത് കൊടുക്കാം. ഫുള്ള് ലോൺ ചെയ്യാം. അപ്പോൾ ഒരു പ്രീമിയം വെഹിക്കിൾ ഫുൾ ലോൺ നോക്കുന്നവർക്ക് മോഡൽ കൂടിയ ഒരു വണ്ടി, അത് നമുക്ക് ഡിപ്പെൻസ് നോക്കുമ്പോൾ ചെറിയ കിലോമീറ്റർ ആണ്, അതും സിംഗിൾ ഓൺഷിപ്പ് വണ്ടി. സിംഗിൾ ഓൺഷിപ്പ് ഒറിജിനൽ കേരള വാഹനം, ഫാൻസി നമ്പർ, അതും നിങ്ങൾക്ക് ഓഫർ റേറ്റിന്. ഇതിന് ഏകദേശം പുതിയ വാഹനത്തിന് ഏകദേശം 80 ലക്ഷം രൂപന്റെ മുകളിൽ വന്നിട്ടുള്ള വാഹനം. ഒരു പുതിയ വാഹനം പകുതിയിലും കുറഞ്ഞ വിലയിലാണ് പ്രൈസ് ചോദിക്കുന്നത്. ഡീസലിൽ നമുക്ക് ടോപ്പ് വേരിയന്റും ആണ്, പനോരമിക് സൺറൂഫും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അടുത്ത് വീണ്ടും നമുക്കൊരു ക്രിസ്റ്റയിലേക്ക് തന്നെയാണ് പോകുന്നത്. ടൈപ്പ് 3 ആണ് വരുന്നത്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2017-18 രജിസ്റ്റർ. നിലവിൽ ഈ ഒരു വാഹനം ടൈപ്പ് 3 കൺവേർഷൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ NOC എടുത്തിട്ടില്ല. ഈ ഒരു 2 ദിവസം 3 ദിവസം കൊണ്ട് നമുക്ക് NOC എടുക്കാനുള്ള ഒരു ഓപ്ഷനും കൂടി ഉണ്ട്. അത് കഴിഞ്ഞാൽ NOC എടുക്കണം. കാരണം എത്ര ദിവസം കഴിഞ്ഞാൽ NOC നമ്മൾ അവിടുന്ന് ഇഷ്യൂ ചെയ്തിട്ടേ പോരുള്ളൂ. വണ്ടി ഇവിടെ എത്തി കഴിഞ്ഞ് ഒന്ന് വർക്കൊക്കെ ചെയ്ത് പോളിഷ് ചെയ്ത് വിൽക്കാനുള്ള സമയം നമ്മൾ വെയിറ്റ് ചെയ്യാറുണ്ട്. ഇപ്പോൾ 2 ദിവസം 3 ദിവസം കഴിഞ്ഞാൽ ആ വെയിറ്റിംഗ് പീരീഡ് കഴിയും, NOC നമ്മളെ പേരിലോട്ട് അടിക്കും. ഇതിപ്പോൾ നിലവിൽ NOC ഒന്നും അടിക്കാൻ നിങ്ങളെ പേരിലോട്ട് NOC അടിക്കാൻ പറ്റും. 9,90,000 രൂപ കൊടുക്കാം NOC. ഹൈലൈറ്റ് പറഞ്ഞാൽ 10 ലക്ഷത്തിന് താഴെ ഇന്നോവ ക്രിസ്റ്റ, ഇന്നോവ അല്ല ക്രിസ്റ്റയാണ് നമ്മൾ 10 ലക്ഷത്തിന് താഴെ ബഡ്ജറ്റിൽ നമുക്ക് കൊണ്ടുപോകാം. അതും നേരെ സെക്കൻഡ് ഓണർ നമുക്ക് ആവും ചെയ്യാം. അതും ടൈപ്പ് 3 കൺവേർഷൻ, വുഡ് സ്റ്റെപ്പ്, ലെതർ സീറ്റ്, ചെയ്തിട്ടുണ്ട്. പിന്നെ മേജർ ആക്സിഡന്റ്, ഫ്ലഡ്, ടോട്ടൽ ലോസ് കാര്യങ്ങളൊന്നും വണ്ടിയിലില്ല. വണ്ടിയുടെ ഹിസ്റ്ററി നിങ്ങൾക്ക് അടിക്കാൻ പറ്റും. 2,20,000 കിലോമീറ്റർ വിത്ത് സർവീസ് റെക്കോർഡ് ഇതിനകത്തുണ്ട്. എല്ലാം പ്രോപ്പർ ആയിട്ടുള്ള സർവീസ്. 9,90 അത് നമുക്ക് സെക്കൻഡ് ഓണർഷിപ്പിൽ എടുത്തുകൊടുക്കാൻ പറ്റും. നിലവിൽ സിംഗിൾ ഓണർ ആണ്. ഇപ്പൊ മാറിക്കഴിഞ്ഞാൽ നമ്മളതിലോട്ട് മാറും ചെയ്യും കേട്ടോ. ഓക്കെ, അടുത്ത് നമുക്കൊരു മുന്തിരി കളറിലല്ലേ? ഇതെങ്ങനെയായിരുന്നു? പർപ്പിൾ എങ്ങനെയായിരുന്നു മോഡൽ? ഈ ഒരു കളറിന് കുറച്ചുകൂടി നമ്മൾ ഡിമാൻഡ് കൂടിയ, അതായത് ഓരോ വണ്ടിയിൽ ഓരോ കളറിനാണ് ഹൈലൈറ്റ്. ക്രിസ്റ്റയിൽ കുറച്ച് കൂടുതൽ ആളുകൾ റെഡും പേൾ വൈറ്റും, ഈ 2 കളറും ടൈപ്പ് നല്ല ഡിമാൻഡാണ്. കസ്റ്റമർക്ക് എടുക്കുന്ന ആളുകൾക്ക് അറിയാം. 50,000 രൂപ അല്ല, 1 ലക്ഷം രൂപന്റെ ഒക്കെ കൂടുതലായിട്ട് നമ്മൾ വണ്ടി എടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ആ വണ്ടിയുടെ പ്രൈസിന് കൊടുക്കായിരുന്നു, പക്ഷെ 50,000 രൂപ കൂടും ഈ ഒരു കളർ ആയതുകൊണ്ട്. നമുക്ക് ഇത് 10.5 ലക്ഷം രൂപ കൊടുക്കാം. ഇത് റീവണ്ടിനാണോ? അത് റീവണ്ടിന്. കിലോമീറ്റർ ഏകദേശം 3 ലക്ഷം കിലോമീറ്റർ വിത്ത് കമ്പനി സർവീസ്, ഫുൾ പ്രോപ്പർ ഹിസ്റ്ററി ഉണ്ട്. വേറെ മേജർ ക്വാളിറ്റി നമുക്ക് അഷ്യൂർ ചെയ്യാൻ പറ്റും. വണ്ടി നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് ഓടിച്ചു നോക്കിയിട്ട് കമ്പനി പോയി ചെക്ക് ചെയ്ത് ഇതേപോലുള്ള സർവീസ് കറക്റ്റ് ആണെങ്കിൽ മാത്രം എടുത്താൽ മതി. തീർച്ചയായിട്ടും 10 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾ NOC എടുത്തു കൊടുക്കാൻ പറ്റും കേട്ടോ. അടുത്തതാണ് വീണ്ടും നമുക്കൊരു പൊളി വണ്ടി. ഒറിജിനൽ കേരള ഇന്നോവ ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് Z അല്ല G4. പക്ഷെ Zന്റെ ടൈൽ ലൈറ്റും ടൈപ്പ് 2 കൺവേർഷനും ഒക്കെ അവർ ചെയ്തിട്ടുണ്ട്. 8 സീറ്റിൽ ഓട്ടോമാറ്റിക് വരുന്ന വാഹനമാണ്. അതായത് 8 സീറ്റിൽ നിലവിൽ ഓട്ടോമാറ്റിക് വണ്ടികൾ വളരെ കുറവാണ്. കാരണം ഇതിന് ടാക്സ് കൂടുതലാണ് 8 സീറ്റ് വണ്ടിക്ക്. അപ്പൊ 8 സീറ്റ് വണ്ടി ഒറിജിനൽ കേരള വാഹനമാണ്. 1,22,000 കിലോമീറ്റർ ലാസ്റ്റ് സർവീസ്, ഇതിന്റെ ബില്ലും എല്ലാം നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. 2 ടയർ പുതിയത് കസ്റ്റമർ ചെയ്തിട്ടുണ്ട്. ഈ ഒരു വാഹനം നമുക്ക് ഇൻഷുറൻസ് നിലവിൽ തീർന്നിട്ടുണ്ട്. അത് പുതിയത് എടുത്തിട്ട് 15,90 കസ്റ്റമർ ചോദിച്ചിട്ടുണ്ട്. 15,90. 18 ഒറിജിനൽ കേരള വാഹനം, G4 ഓട്ടോമാറ്റിക്കലി 2.8 ആണ്. 8 സീറ്റ് വണ്ടിയാണ്. ഈ വണ്ടിയൊക്കെ നല്ല ഓഫർ റേറ്റ് ആട്ടോ. നല്ല ബെസ്റ്റ് പ്രൈസിനാണ്. KL57 കൊടുവള്ളി രജിസ്ട്രേഷൻ, ഒറിജിനൽ കേരള വണ്ടി. മാക്സിമം ഫുള്ള് ലോണും ചെയ്തു. സിബിലും ബാങ്കിങ്ങും മാത്രം വേണം. അടുത്ത നമുക്ക് ഇവിടുന്ന് 2 ഫോർച്യൂണറുകളാണ്. ഇത് 2 വീൽ ഓട്ടോമാറ്റിക് ആണ്. ഇത് 2 വീൽ ഓട്ടോമാറ്റിക് 2013 7 മാസം വണ്ടി. ഹരിയാന 51 ഫരീദാബാദ് രജിസ്ട്രേഷൻ വരുന്ന വാഹനമാണ്. അവിടെ സിംഗിൾ ഓണർ ആയിരുന്നു. ഇങ്ങോട്ട് KL51 നമ്പർ ആയിട്ടുണ്ട്. നമ്മുടെ പേരിലാണ് വാഹനം ഉള്ളത്. വേറെ അപാകതകളൊന്നുമില്ല. 2 ലക്ഷം കിലോമീറ്ററാണ് വാഹനം ഓടിയിട്ടുള്ളത്. അതും സർവീസ് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ PDF ഉണ്ട്. ഇൻഷുറൻസ് പുതിയതാണ്. വണ്ടിക്ക് 12,20,000 രൂപ വണ്ടി കൊടുക്കാം. 12,20,000 13 5 സ്പീഡ് ഗിയർ ബോക്സ് വരുന്ന ഓട്ടോമാറ്റിക് കൊടുക്കാം. അപ്പൊ നമുക്ക് ഇതൊക്കെ ഇച്ചിരി റയർ വണ്ടികളാണ്. 12 മോഡലിലാവുമ്പോൾ 3 സ്പീഡ് ഗിയർ ബോക്സ് വരിക. 13 6 മാസം മുതലാണ് 5 സ്പീഡ് ഗിയർ ബോക്സ് വരുന്നത്. 13 7 മാസം വണ്ടിയാണ്. അപ്പൊ അതാണ് 2 വീൽ ഓട്ടോമാറ്റിക് പ്ലസ് 5 സ്പീഡ് ഗിയർ ബോക്സ് വരുന്ന വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് നമ്പർ ആയിട്ടുള്ള ലോൺ ചെയ്യാനാണെങ്കിൽ 10 ലക്ഷത്തിന് രൂപന്റെ മുകളിൽ ലോൺ ചെയ്യാം. ചെറിയൊരു എമൗണ്ടിൽ ഇറക്കും ചെയ്യാം. നമ്മൾ ചോദിക്കുന്ന പ്രൈസ് 12,20 അല്ലേ? അത് ടൈപ്പ് 1 എങ്ങനെയായിരുന്നു? 5 വർഷത്തെ പുതിയ പേപ്പർ, 7 ലക്ഷം രൂപ IDയുള്ള ഇൻഷുറൻസ്, 6,90 വണ്ടി കൊടുക്കാം.
അപ്പൊ അതാണ് നമുക്ക് ഓഫർ റേറ്റ് ആണ്. 5 കൊല്ലത്തെ പുതിയ പേപ്പർ, മിച്ചിലിന്റെ 480% ടയർ, വേറെ അപാകതകളൊന്നും വണ്ടിയിലില്ല. 7 ലക്ഷം ID ഉള്ള ഇൻഷുറൻസ്, 690 വണ്ടി കൊടുക്കുക. അതായത് ഇന്നൊരു സ്വിഫ്റ്റിന്റെ പ്രൈസിന് ഒരു ഫോർച്യൂണർ 4 വീല് മാനുവൽ വണ്ടി അപാര ക്വാളിറ്റിയാണ്. ഇന്റീരിയർ ഒക്കെ നല്ല അടിപൊളി ലെതർ, സീറ്റ് കവറൊക്കെ പുതിയ ആഡ് ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള മറ്റേ ഒരു ബ്ലോവർ ഫാനിന്റെ ഒരു ചെറിയ സൗണ്ട് ഉണ്ട്, അതൊക്കെ 2000 രൂപന്റെ കേസുള്ളൂ. അതൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കും ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഈ ഒരു ടൊയോട്ട കളക്ഷൻസ് കൂടി ഇവിടെ തൽക്കാലം നിർത്തുകയാണ്. അപ്പോൾ നമുക്ക് ഏകദേശം നമുക്ക് 3 പാർട്ടായിട്ടാണ് വാഹനങ്ങൾ ചെയ്തത്. അത് ഇപ്പൊ ഈ 2-3 ദിവസം മുന്നേ വന്ന വണ്ടികളൊന്നും ഇത് കയറിയിട്ടില്ല. ഏതൊക്കെയാണ് നമുക്ക് മോഡൽ? ഫോർച്യൂണർ ഉണ്ട്, ക്രിസ്റ്റ ഉണ്ട്. ക്രിസ്റ്റകൾ തന്നെ ഒരു 5-6 വണ്ടികൾ ഓട്ടോമാറ്റിക് മാത്രം വരുന്നുണ്ട്. മിഞ്ഞാന്ന് സ്റ്റേയിൽ ഇട്ടിരുന്ന ഈ ഒരു കണ്ടെയ്നർ മൊത്തം വണ്ടികളാണെന്ന് പറഞ്ഞിട്ട്, അപ്പോൾ ആ വണ്ടികളൊന്നും നമ്മൾ യാർഡിലേക്ക് എത്തിയിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഏത് ടൈപ്പ് ഇന്നോവകൾ, ക്രിസ്റ്റകളൊക്കെ വേണമെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് കോൺടാക്ട് ചെയ്തോളി. എല്ലാ ടൈപ്പ് വാഹനങ്ങളുണ്ട്, ഓൾട്ടോ മുതൽ അങ്ങ് ഫോർച്യൂണർ, ഈവൻ നമുക്ക് ജാഗോർ വരെ ഉണ്ട്. ഫുൾ ഓണിലാണ് അതൊക്കെ ഉള്ളത്, വേറെ എവിടെ ഇല്ല. അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. പുതിയൊരു വണ്ടി നോക്കുമ്പോൾ പകുതിയിലും കുറഞ്ഞ പ്രൈസിലാണ് പ്രീമിയം വെഹിക്കിൾസ് ഒക്കെ ഉള്ളത്. വെഹിക്കിൾസ് അപ്പോൾ ഓട്ടോമാറ്റിക് ക്രിസ്റ്റകൾ 2.8 ഒത്തിരി കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ RV മോട്ടോഴ്സിലായിരുന്നു. ലൊക്കേഷൻ ഇന്ന് മലപ്പുറം ജില്ലയിൽ വണ്ടൂരാണ്, പുളിയക്കോട്. അതായത് നമ്പർ കൊടുത്തിട്ടുണ്ട്. മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ വരുന്ന വീണ്ടും കാണാം. റിയാസ് ആൻഡ് സമീർക്ക സൈനിങ് ഓഫ്.